നമസ്തേ. നമുക്ക് ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഡിലീറ്റ് കീ ആൻഡ് ബാക്ക് സ്പേസ് കീ, അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്തുവാണ് ഡിലീറ്റ് കീ? എന്തിനാണ് നമ്മൾ ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്? യൂസ് ഓഫ് ഡിലീറ്റ് കീ എന്തുവാണ്? ടു ഡിലീറ്റ് എ ക്യാരക്ടർ. ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് എ ക്യാരക്ടർ. ഡിലീറ്റ് കീ റൈറ്റ് സൈഡിലെ ക്യാരക്ടറാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ബാക്ക് സ്പേസ് കീ ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറാണ് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കത് വിശദമായിട്ട് നോക്കാം. ഓക്കെ, then we can learn about delete key and backspace key. Okay, delete key and backspace key. ആദ്യം അതിന്റെ യൂസ് പറയാം. delete key to delete the character to the immediate right of the insertion point. delete key പ്രസ് ചെയ്താൽ നമ്മുടെ ഇൻസേർഷൻ പോയിന്റിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ ഡിലീറ്റ് ആവും. ഓക്കെ, ഇത് ഇമ്മീഡിയറ്റ് റൈറ്റ്. ബാക്ക് സ്പേസ് ഡിലീറ്റ് ക്യാരക്ടർ ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ ഇൻസേർഷൻ പോയിന്റ്. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറാണ് ഡിലീറ്റ് ആവുന്നത്. ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ റൈറ്റ് സൈഡിലെ ക്യാരക്ടറാണ് ഡിലീറ്റ് ആവുന്നത്. ഓക്കെ, നമുക്കത് ചെയ്തു നോക്കാം. ദെൻ പ്ലേസ് ദ കഴ്സർ ബിഫോർ എ വേർഡ്. ഓക്കെ, ഞാനൊരു വേർഡിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കഴ്സർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ് ദ കഴ്സർ ബിഫോർ എ വേർഡ്, ദെൻ ക്ലിക്ക് ഓൺ ഡിലീറ്റ് കീ. എന്ത് ചേഞ്ചാ വരുന്നത് നോക്കിക്കോളൂ കേട്ടോ. ദേ ഇവിടെയാണ് കഴ്സർ ഇരിക്കുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് കീ പ്രസ് ചെയ്തു, ഈ കാണാനില്ല. ഓക്കെ, ഒന്നുകൂടി പ്രസ് ചെയ്തു, ഡി പോയി. കണ്ടോ? അപ്പോൾ റൈറ്റ് സൈഡിലെ ലെറ്ററാണ് പോയത്. ദെൻ ഐ പ്ലേസ് ദ വേർഡ് ബിഫോർ ഓർ ആഫ്റ്റർ എ വേർഡ്. ഓക്കെ, ക്ലിക്ക് ഓൺ എ പ്ലേസ്. ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്ക് സ്പേസ് കീ ആണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. ഇതേ പ്രസ് ചെയ്തു, ലെഫ്റ്റ് സൈഡിലെ ഒരു ക്യാരക്ടർ പോയി. രണ്ടാമത് പ്രസ് ചെയ്തു, അടുത്തൊരു ക്യാരക്ടർ കൂടി പോയി. ഇതാണ് ഡിലീറ്റ് കീയും ബാക്ക് സ്പേസ് കീയും തമ്മിലുള്ള ഡിഫറൻസ്. ഡിലീറ്റ് കീ ഡിലീറ്റ് ആവുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിലെ ക്യാരക്ടറും ബാക്ക് സ്പേസ് കീ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറുമാണ് ഡിലീറ്റ് ആവുന്നത്. ഓക്കെ, ദെൻ ഡിസ്കസിങ് അബൌട്ട് undo and redo commands ആണ്. undo and redo commands. undo നമ്മുടെ ക്വിക്ക് ആക്സസ് ബാർ കണ്ടോ? ഇതാണ് ക്വിക്ക് ആക്സസ് ബാർ, നിങ്ങൾക്കറിയാം. ഓക്കെ, ക്വിക്ക് ആക്സസ് ബാറിൽ undo ഓപ്ഷൻ കണ്ടോ? ഇതാണ് undo ഓപ്ഷൻ. ഈ undo ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ തിരികെ വരും, റിവേഴ്സ് ആവും. ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ, അതിനാണ് അൺഡു. എന്തിനാണ്? ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ. ദേ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ദേ കണ്ടോ? മാറ്റം കണ്ടോ? ഒന്നുകൂടി നോക്കിയോ, അൺഡു ചെയ്തു, എന്നും വന്നു. കണ്ടോ? ഇതാണ് ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ. ഏതാണ്? അൺഡു ഓപ്ഷൻ, ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ. ഇനി റീഡു ആണെങ്കിലോ? ടു റീഡു ആൻ ആക്ഷൻ. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ഒന്നുകൂടി ചെയ്യാനാണ് റീഡു. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി, അല്ലേ? റീഡു, ഒന്നുകൂടി ചെയ്യാൻ. റീഡു ആൻ ആക്ഷൻ. ഞാൻ റീഡുവിൽ കൊടുക്കുവാണേ. ഓക്കെ, കൊടുത്തു, ഒന്നുകൂടി കൊടുത്തു. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ഒന്നുകൂടി ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം ഡിലീറ്റ് ആയത് ഒന്നുകൂടി ഡിലീറ്റ് ആക്കി. ഓക്കെ, അൺഡു എന്ന് പറഞ്ഞാൽ ടു റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ. റീഡു എന്ന് പറഞ്ഞാൽ to redo an action. Okay, we can also undo an action by pressing Ctrl Z. undo Ctrl Z, redo Ctrl Y, undo Ctrl Z, redo Ctrl Y. Okay, ഇനി നമുക്ക് find and replace കമാൻഡ് പഠിക്കാം. find and replace. If your documents is very large,
Looking for a particular word in a document can be a tedious job. Once we find a word, we may want to review it or replace it with another word. അല്ലേ, ഒരു വലിയ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേർഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ എളുപ്പത്തിന് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കമാൻഡ് യൂസ് ചെയ്യണം. എങ്ങനെ നോക്കിയേ, നമുക്ക് ഈ ഡോക്യുമെന്റ്സിനകത്ത് നമുക്ക് 2 ലൈനേ ഉള്ളൂ. അതിൽ നമുക്ക് ദെൻ എന്നുള്ള വേർഡ് കണ്ടുപിടിക്കണം എന്ന് വെച്ചു. ദെൻ എന്നാണ് ആ വേർഡ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഹോം ടാബില് എഡിറ്റിംഗ് ഗ്രൂപ്പില് ഫൈൻഡ്. കണ്ടോ, ഹോം ടാബില് എഡിറ്റിംഗ് ഗ്രൂപ്പ് ഫൈൻഡ്. ഒന്നുകൂടി പറഞ്ഞേ, ഹോം ടാബ് എഡിറ്റിംഗ് ഗ്രൂപ്പ് ഫൈൻഡ്. ഓക്കെ, ഫൈൻഡ് ചെയ്തു. ഇവിടെ നാവിഗേഷൻ പാൻ വന്നത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു നാവിഗേഷൻ പാൻ വന്നു. അതിൽ ഇൻ സെർച്ച് ഡോക്യുമെന്റ് ടെക്സ്റ്റ് ബോക്സ്, ഇതാണ് സെർച്ച് ഡോക്യുമെന്റ്. ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ. ഓക്കെ, കണ്ടോ, ദെൻ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറിൽ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടോ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. റീപ്ലേസ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇവിടെ ദെൻ എന്ന് അടിച്ചു കൊടുക്കുക. കണ്ടോ, ഫൈൻഡ് വിത്തില് ദെൻ. നമുക്ക് അവിടെ മാറ്റി വെൻ എന്നായിക്കോട്ടെ. ഓക്കെ, WHEN, വെൻ, റീപ്ലേസിന്റെ അടുത്ത്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുക? ഫൈൻഡ് നെക്സ്റ്റ്. കണ്ടോ, ഇതിനകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്താൽ വെൻ. കണ്ടോ, ദെൻ മാറി വെൻ വന്നു. അതാണ് റീപ്ലേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിൽ റീപ്ലേസ് ആൾ കൊടുക്കാം. ഒരിടത്താണെങ്കിൽ റീപ്ലേസ്, ഒന്നിൽ കൂടുതൽ സ്ഥലത്തുണ്ടെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുക്കാം. ഓക്കെ, അത് ആവശ്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഗോ ടു നോക്കിയേ. ഗോ ടു ഓപ്ഷൻ എന്തിനാണെന്ന്? പേജ്. നമ്മൾ ഏത് പേജിലേക്ക് പോകണം, പേജ് നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, സെക്ഷൻ തിരിച്ചിട്ടാണെങ്കിൽ ഇവിടെ സെക്ഷന്റെ നമ്പർ കൊടുക്കാം. എത്രാമത്തെ ലൈനിൽ പോകണം, ഇവിടെ നമ്മൾ 2 എന്ന് അടിച്ചു കൊടുത്താൽ ഗോ ടു കൊടുത്തു. ദേ കണ്ടോ, സെക്കൻഡ് ലൈനിന്റെ ഫസ്റ്റ് വന്ന് നിൽക്കുന്ന കണ്ടോ. ഓക്കെ, ഇതിനാണ്. അതിൽ ബുക്ക് മാർക്ക്, കമന്റ്, ഫുട് നോട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗോ ടു എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആവശ്യമുള്ള പേജ്, സെക്ഷൻ, ലൈൻ തുടങ്ങിയ എല്ലാ ബുക്ക് മാർക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് പോകാനുള്ളതാണ്. അതാണ് ഗോ ടു ഓപ്ഷൻ. You can also open the Go To tab of the Find and Replace dialog box by pressing Ctrl+G. Go To ടാബിന് വേണ്ടി Ctrl+G or the F5 key. നമ്മുടെ ഫംഗ്ഷൻ കീ ആണ് F5, അറിയാലോ. ഫംഗ്ഷൻ കീ ആയ F5ഓ Ctrl+G ആണ് ഗോ ടു കമാൻഡ്സ്, ഗോ ടു ടാബിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ചെക്കിംഗ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഓക്കെ, ദെൻ we are discussing checking spelling and grammar. Spelling and grammar. ഈ ലൈനിൽ നോക്കിയേ, ഗ്രീൻ വേവി ലെങ്ത് ഉണ്ട്, റെഡ് ഉണ്ട് ഇല്ലേ. ഗ്രീൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ഗ്രാമർ മിസ്റ്റേക്ക് നമ്മളെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ. റെഡോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ എന്താണ് ഗ്രാമർ മിസ്റ്റേക്ക്? ക്യാപിറ്റൽ ലെറ്റർ അല്ല. നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ ഒരു ഓപ്ഷൻ വരും, അതിൽ നമുക്ക് ശരിയായ സജഷൻസ് കിട്ടും. അതിൽ വെച്ച് ഓക്കെ ആയി. കണ്ടോ, അപ്പോൾ ആ ഗ്രീൻ ലൈനും പോയി. ഇനി റെഡാണ്. നമുക്കൊരു കാര്യം ചെയ്യാം,
നമുക്കത് റിവ്യൂ ടാബ് എടുത്ത് നോക്കാം. ഓക്കെ, റിവ്യൂ ടാബ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഏതിലാണ്? റിവ്യൂ ടാബിലാണ്. റിവ്യൂ, ക്ലിക്ക് ഓൺ റിവ്യൂ ടാബ്. ദെയർ പ്രൂഫിംഗ് ഗ്രൂപ്പ്, കണ്ടോ? പ്രൂഫിംഗ് ഗ്രൂപ്പ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, കണ്ടോ? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ക്ലിക്ക് ചെയ്യുക. ദേ വന്നു, കണ്ടോ? ആ വേർഡ് തെറ്റാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? അതിന് സജഷൻസ് ഉണ്ട്. നോട്ട് ഇൻ ഡിക്ഷണറി എന്നാണ് ആ ബോക്സിന് മുകളിൽ എഴുതിയേക്കുന്നത്. നോട്ട് ഇൻ ഡിക്ഷണറി. ഈ വേർഡ് ദർ ഈസ് നോട്ട് ഇൻ കമ്പ്യൂട്ടർ ഡിക്ഷണറി. സോ ദർ ആർ സം സജഷൻസ്. വി ക്യാൻ ക്ലിക്ക് ഓൺ എനി സജഷൻ. സ്യൂട്ടബിൾ വേർഡ് ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇല്ല, നമ്മൾ എഴുതിയിരിക്കുന്നത് ശരിയാണ് എങ്കിൽ നമുക്ക് ഇഗ്നോർ വൺസ് കൊടുക്കാം. ഇനി ആ പാരഗ്രാഫിലോ ആ ഡോക്യുമെന്റ്സിൽ എവിടെയും അത് തിരുത്തണ്ട, ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇഗ്നോർ ഓൾ കൊടുക്കാം. ഓക്കെ, ഇഗ്നോർ വൺസ് ഒരിടത്ത് ഇഗ്നോർ ചെയ്യാനും, ഇഗ്നോർ ഓൾ ആ ഡോക്യുമെന്റ്സ് ഫുള്ളും ഇഗ്നോർ ചെയ്ത് മാറ്റണ്ട, ചേഞ്ച് വരുത്തണ്ട എങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ഈ വേർഡ് ഒരു പുതിയ വേർഡാണ്, നമുക്കതിൽ ആഡ് ചെയ്യണം എങ്കിൽ ആഡ് ടു ഡിക്ഷണറി. ഇനി നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇറ്റിംഗ് എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്കിനി വെറുതെ ഇതിനകത്ത് നമുക്ക് സജഷൻസ് ഇല്ല യഥാർത്ഥത്തിൽ. നമുക്കിനി വേറെ ഏതെങ്കിലും ഒരു വേർഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് എടുത്തിട്ട് ചേഞ്ച് കൊടുക്കാം. അവിടെ മാറി അത് വന്നു, കണ്ടോ? അടുത്ത എന്തുവാണ്? SHO ഷോൺ എന്നാണ് നമ്മൾ അവിടെ എഴുതിയിരുന്നേ. അത് തെറ്റാണ്. അതിൽ SHO മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സജഷൻസ് നമുക്ക് വേണമെങ്കിൽ ഷോ ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ ഇനി യു സ്മോൾ ലെറ്ററാണ് കൊടുത്തേക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് കൊടുക്കുക. ഓക്കെ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, കണ്ടോ? ഒന്നുകൂടി നോക്കിയേ, ദേ വന്നു, കണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ കൊടുക്കാം. ഈ ഡോക്യുമെന്റ്സിൽ മൊത്തം മാറ്റണ്ട എങ്കിൽ ഇഗ്നോർ ഓൾ കൊടുക്കാം. ഈ വേർഡിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഡിക്ഷണറിയിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടു ഡിക്ഷണറി കൊടുക്കാം. നമുക്കൊരു സജഷൻ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കൊടുക്കാം. ഇനി എവിടെ ഇങ്ങനെ വന്നാലും ചേഞ്ച് ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നതിനാണ് ചേഞ്ച് ഓൾ കൊടുക്കാം. നെക്സ്റ്റ് സെന്റൻസ്, കണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനാണ് നെക്സ്റ്റ് സെന്റൻസ് കൊടുത്തേക്കണേ. അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൽ പൊതുവായിട്ട് പറയുന്നത്. നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആൾസോ റൺ ചെക്ക് ബൈ പ്രസിംഗ് F7. F7 ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ ഷോർട്ട് കട്ട് കീ. ഓക്കെ, then autocorrect for instant editing. Autocorrect feature of Microsoft Word creates the frequently committed typing errors automatically. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുന്ന വാക്കുകളെ അത് കറക്റ്റ് ആക്കിക്കോളും. ഓക്കെ, നമ്മൾ ആവർത്തിച്ച് തെറ്റുന്ന വാക്കുകൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഓട്ടോ കറക്റ്റ് ഫോർ ഇൻസ്റ്റന്റ് എഡിറ്റിംഗ്. ദെൻ അത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ക്ലിക്ക് ഓൺ ഫയൽ ടാബ്. ദെൻ ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ ഏതിനാണ് ഓപ്ഷൻസ് എടുത്തേ? ഓവർ ടൈപ്പ് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെയാണ് ഇവിടെയും ഓപ്ഷൻസ്. ഓക്കെ, ദെൻ വേർഡ് ഓപ്ഷൻ. വേർഡ് ഓപ്ഷൻ ഡോക്യുമെന്റ് ബോക്സ് വന്ന കണ്ടോ? അതിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം? ഓട്ടോ കറക്റ്റ് പ്രൂഫിംഗ് സെക്ഷൻ എടുക്കേണ്ടത്. പ്രൂഫിംഗ് സെക്ഷൻ എവിടെയാ? ഓക്കെ, ദെൻ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ സെക്ഷൻ. ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ കണ്ടോ? ഓട്ടോ കറക്റ്റ് ഇംഗ്ലീഷ് US എന്നാണ് അതിൻ്റെ ബോക്സ് മുകളിൽ റൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇൻ ദ റീപ്ലേസ് ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക്
തെറ്റായി നമ്മളിപ്പം എങ്ങനെ തെറ്റായിട്ട് എഴുതാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ADN കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് എന്ന് പറയുന്ന കണ്ടോ, വിത്ത് എന്നുള്ളടത്ത് AND ആൻഡ് എന്ന് എഴുതണം എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങനെ തെറ്റും എന്ന്, തെറ്റ് വരാൻ സാധ്യതയുള്ള വേർഡ് എഴുതുക. വിത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള വേർഡ് കൊടുക്കുക. എന്നിട്ട് ആഡ് എന്ന ബട്ടണിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് റീപ്ലേസ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന നോക്കിയേ, ആൻഡ് ഓട്ടോ കറക്റ്റ് എൻട്രി ഫോർ ANADN ഓൾറെഡി എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്യണ്ട, നമുക്ക് വേറൊരു വേർഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു വാക്കുള്ളതാണ്. നമുക്ക് വേറെ വേർഡ് കൊടുക്കാം. അതിന് സിംഗിൾ എന്നുള്ള വേർഡ് മാറ്റി കൊടുക്കാം. ആഡ്. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ആഡ് വന്നു. നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ടാണ് റീപ്ലേസ് വന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ആഡ് വന്നിട്ടുണ്ട്. നമ്മളത് എൻട്രി ചെയ്ത് കൊടുത്തു. കണ്ടോ? നമ്മൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. ദെൻ നമുക്ക് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ കൊടുത്തത് ശരിയായോ എന്ന് നോക്കാം. കണ്ടോ? കറക്റ്റായി വന്നുണ്ടോ? നമ്മൾ സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തിട്ട് വന്നുണ്ടോ? ഇതാണ് നമ്മൾ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ചെയ്താനുള്ള ഗുണം. നമുക്ക് നെക്സ്റ്റ് തെഷാറസ് നോക്കാം. എൻഹാൻസിങ് ഡോക്യുമെന്റ്സ് വിത്ത് തെഷാറസ്. അതെങ്ങനെ എടുക്കും? എന്തുവാണ് ഇതിൻ്റെ യൂസ്? Microsoft Word 2010 includes a thesaurus to enhance your documents with the use of a wide variety of words. Thesaurus in Word helps you to vary your vocabulary by providing a list of synonyms and anonyms. എന്ന് പറയാം. എന്തുവാണ് synonyms? Similar meaning words എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന അർത്ഥം. സിനോണിംസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, മീനിങ്. അനോണിംസോ ഓപ്പോസിറ്റ് മീനിങ്. ഓക്കെ, ഇത് രണ്ടും എന്തിലുണ്ടാവും? തെഷോറസിൽ ഉണ്ടാവും. നമുക്ക് മീനിങ്സ് നോക്കാം. ഇതില് നമുക്ക് നാവിഗേഷൻ എന്നുള്ള വേർഡിന്റെ തെഷോറസ് നോക്കാം. ഓക്കെ, സെലക്ട് നാവിഗേഷൻ, ദെൻ click on review tab. Click on review tab. First step എന്തുവാണ്? Select a word, then click on review tab. From the proofing group, click on thesaurus. Then റൈറ്റ് സൈഡിൽ നോക്കിയേ, ഒരു നാവിഗേഷൻ പാൻ വന്നുണ്ടോ? thesaurus എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. സ്റ്റിയറിംഗ്, triangulation, direction finding, course plotting, map reading, അങ്ങനെ ഒരുപാട് മീനിങ്സ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന്, ഓക്കെ, ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണേ. കണ്ടോ? ഇതാണ് അതിലുള്ള നമുക്ക് വേർഡ് മീനിങ് കിട്ടുന്നത്. റൈറ്റ് ക്ലിക്ക് ഓൺ ദ സ്യൂട്ടബിൾ സിനോണിം. എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ഓൺ suitable synonym. ഓക്കെ, ഇൻസേർട്ട്. കണ്ടോ? ഇൻസേർട്ട് അവിടെ വന്നുണ്ടോ? മാറി, നാവിഗേഷൻ മാറിയിട്ട് മാപ്പ് റീഡിങ് വന്നു. ഓക്കെ, ഇതാണ് തെഷാറസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ടെക്സ്റ്റ് വായിക്കണം, 5 times വായിക്കണം. പേരൻസിൻ്റെ സൈൻ വാങ്ങി വെച്ചേക്കണം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, എൻ്റെ നമ്പർ അറിയാലോ, ഗ്രൂപ്പിലുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് തെഷാറസ് ഒന്നുകൂടി അറിയണോ? നോക്കിക്കോ, നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, വേർഡ് സെലക്ട് ചെയ്തു, റിവ്യൂ ടാബ് എടുക്കുക. ഫ്രം ദ പ്രൂഫിംഗ് ഗ്രൂപ്പിൽ തെഷാറസ് ക്ലിക്ക് ചെയ്യുക. ദെൻ റൈറ്റ് സൈഡിലൊരു പാൻ വന്നിട്ടുണ്ടാവും. അതിനകത്ത് ഒരുപാട് അതിൻ്റെ മീനിങ്സ് കാണും. ഇഷ്ടമുള്ള ഒരെണ്ണം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ഓൺ ഇൻസേർട്ട്, അവിടെ വന്നിട്ടുണ്ടാവും. കേട്ടോ, ഇതാണ് തെഷാറസിൻ്റെ ഉപയോഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമസ്തേ.